2021 ഓഗസ്റ്റ് 16. അന്ന് അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമായ കാബൂളിലെ ഹാമിദ് കർസായി അന്താരാഷ്ട്ര വിമാനത്താവളം ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കാഴ്ചയ്ക്ക് സാക്ഷിയായി. താലിബാൻ കാബൂൾ പിടിച്ചെടുത്തോടെ രക്ഷപ്പെടണം, എങ്ങനെയെങ്കിലും ഈ രാജ്യം വിട്ടുപോകണമെന്ന ഒരേ ഒരു ചിന്തയിൽ ആയിരക്കണക്കിന് മനുഷ്യർ ആ വിമാനത്താവളത്തിലേക്ക് ഒഴുകിയെത്തി. റൺവേയിലേക്ക് മനുഷ്യർ ഇരച്ചു കയറി. ഒരു കൂറ്റൻ അമേരിക്കൻ സൈനിക വിമാനം പറന്നുയരാൻ തയ്യാറെടുക്കുകയായിരുന്നു. അതിന് പിന്നാലെ നൂറുകണക്കിന് ആളുകൾ ഓടി. ആ മനുഷ്യരുടെ കയ്യിൽ പാസ്പോർട്ടും ഏതാനും വസ്ത്രങ്ങളും മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നിൽ ഉപേക്ഷിക്കേണ്ടി വന്നത് വീടുകളും സ്വത്തുക്കളും ഓർമ്മകളും, കൂടെ സ്വന്തം ജനിച്ച നാടും. ചിലർ വിമാനത്തിൻ്റെ പുറംഭാഗത്തും ലാൻഡിംഗ് ഗിയറിനടുത്തും പിടിച്ചു തൂങ്ങി നിന്നു. വിമാനം പതുക്കെ റൺവേ വിട്ടു. പിന്നെ ആ കൂറ്റൻ ഇരുമ്പ് പക്ഷി കാബൂളിൻ്റെ ആകാശത്തേക്ക് ഉയർന്നു. പക്ഷേ അവരുടെ പ്രതീക്ഷയ്ക്ക് ആകാശത്തോളം പോലും ആയുസ്സുണ്ടായിരുന്നില്ല. വിമാനം ഉയരത്തിലെത്തിയപ്പോൾ പിടിച്ചു തൂങ്ങി നിന്നവർ ഓരോരുത്തരായി ആകാശത്തു നിന്നും താഴേക്ക് പതിക്കാൻ തുടങ്ങി. അവരിൽ ഒരാൾ അഫ്ഗാനിസ്ഥാന്റെ ദേശീയ ഫുട്ബോൾ ടീമുമായി ബന്ധപ്പെട്ട യുവാവായിരുന്നുവെങ്കിൽ മറ്റൊരാൾ പഠിച്ച് തൻ്റെ നാടിനായി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. അന്ന് ആകാശത്തു നിന്ന് താഴേക്ക് വീണത് മനുഷ്യർ മാത്രമായിരുന്നില്ല, ഒരു തലമുറയുടെ സ്വപ്നങ്ങൾ കൂടിയായിരുന്നു. എന്നാൽ കാബൂളിലെ ദുരന്തത്തിന് മറ്റൊരു മുഖം കൂടി ഉണ്ടായിരുന്നു. താലിബാൻ കാബൂളിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തതോടെ അതിൻ്റെ പ്രത്യാഘാതം ഏറ്റവും കൂടുതൽ നേരിട്ടത് അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളും പെൺകുട്ടികളുമായിരുന്നു. കഴിഞ്ഞ 20 വർഷത്തിനിടെ വിദ്യാഭ്യാസവും തൊഴിലും പൊതുജീവിതത്തിലെ പങ്കാളിത്തവും നേടിയെടുത്ത ഒരു തലമുറയ്ക്ക് മുന്നിൽ വീണ്ടും വാതിലുകൾ അടയാൻ തുടങ്ങി. 6ാം ക്ലാസ്സിന് മുകളിലേക്ക് പെൺകുട്ടികൾ പഠിക്കുന്നത് താലിബാൻ പൂർണ്ണമായും നിരോധിച്ചു. ദശലക്ഷക്കണക്കിന് പെൺകുട്ടികൾ സ്കൂളുകളിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പുറത്തായി. ഭൂരിഭാഗം സർക്കാർ സ്വകാര്യ മേഖലകളിലും സ്ത്രീകൾ ജോലി ചെയ്യുന്നത് താലിബാൻ തടഞ്ഞു. സ്ത്രീകൾ നടത്തിയിരുന്ന സ്വയം തൊഴിൽ സംരംഭങ്ങൾ നിർബന്ധപൂർവം അടപ്പിച്ചു. മഹറം നിയമപ്രകാരം പുരുഷ തുണയില്ലാതെ സ്ത്രീകൾക്ക് യാത്ര ചെയ്യാനാകില്ല. പൊതുസ്ഥലങ്ങളിൽ ഇറങ്ങുമ്പോൾ ശരീരം മുഴുവനും മൂടുന്ന ബുർഖയോ മുഖം പൂർണ്ണമായി മറയ്ക്കുന്ന വസ്ത്രങ്ങളോ ധരിക്കുന്നത് നിർബന്ധമാക്കി. സ്ത്രീകൾ കായിക ഇനങ്ങളിൽ പങ്കെടുക്കുന്നത് വിലക്കി. പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകൾ ഉച്ചത്തിൽ സംസാരിക്കുന്നതും റേഡിയോ, TV മാധ്യമങ്ങളിൽ സ്ത്രീകളുടെ ശബ്ദവും ചിത്രങ്ങളും സംരക്ഷണം ചെയ്യുന്നതും നിയന്ത്രിക്കപ്പെട്ടു. ഇത്തരം നിയന്ത്രണങ്ങൾ ലംഘിക്കുന്ന സ്ത്രീകൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും താലിബാൻ പരസ്യമായ വധശിക്ഷ, തടവ്, ശാരീരിക പീഡനങ്ങൾ എന്നിവ ശിക്ഷയായി നൽകുന്നു. ചോദ്യം ചെയ്തവർ ഭീഷണികൾ നേരിട്ടു. പ്രതിഷേധിച്ച സ്ത്രീ ശബ്ദങ്ങൾ അടിച്ചമർത്തപ്പെട്ടു. 2021 ഓഗസ്റ്റ് 16. അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ അധികാരം മാറിയ ദിവസം എന്നതിലുപരി മനുഷ്യ സ്വാതന്ത്ര്യം എത്ര ദുർബലമാണ് എന്ന് ലോകത്തെ ഓർമ്മിപ്പിച്ച ദിനമായി മാറി. 2021 ഓഗസ്റ്റ് 16 കാബൂളിൻ്റെ ആകാശത്തു നിന്ന് താഴേക്ക് പതിച്ച മനുഷ്യരുടെ കഥയും തെരുവുകളിൽ ശബ്ദമുയർത്തിയ അഫ്ഗാൻ സ്ത്രീകളുടെ കഥയും നമ്മോട് പറയുന്നത് ഒരേ സത്യമാണ്. ഒരു മനുഷ്യന് സ്വന്തം മണ്ണിൽ സമാധാനത്തോടെ ജീവിക്കാനുള്ള അവകാശം നഷ്ടപ്പെടുമ്പോൾ അതൊരു രാജ്യത്തിൻ്റെ മാത്രമല്ല, മനുഷ്യരാശിയുടെ തന്നെ പരാജയമായി മാറുകയാണ്. അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾ ഇന്നും ചോദിക്കുന്നു, സ്വന്തം മണ്ണിൽ സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് മാത്രം നിഷേധിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്?